നമ്മളിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് SCERT ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരത് കാണണേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2026 ലോക ബുദ്ധമത സമാധാന സമ്മേളനത്തിൻ്റെ വേദി. 2026 ലോക ബുദ്ധമത സമാധാന സമ്മേളനത്തിൻ്റെ വേദി ഏതാണ്? തെലങ്കാന. തെലങ്കാനയാണ് 2026 ലോക ബുദ്ധമത സമാധാന സമ്മേളനത്തിൻ്റെ വേദി. അടുത്തത്, ഗോത്ര മേഖലയിലെ യുവതി യുവാക്കൾക്ക് ഉപജീവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലയിൽ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. കേട്ടിക് ആണ് ഗോത്ര മേഖലയിലെ യുവതി യുവാക്കൾക്ക് ഉപജീവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലയിൽ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കേട്ടിക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ LPG ഉപയോഗിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ LPG യൂസ് ചെയ്യുന്ന സംസ്ഥാനം. IPLന്റെ 19 സീസണുകളിലും കളിച്ച ആദ്യ താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. IPLലെ 19 സീസണുകളിൽ കളിച്ച ആദ്യ താരം വിരാട് കോഹ്ലി. T20 ക്രിക്കറ്റിൽ 300 മത്സരങ്ങളും പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. T20 ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം. 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? മംഗോളിയ ആണ് 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത്. ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ ആണ് ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത്. അമേരിക്കയിലും യൂറോപ്പിലും അടുത്തിടെ വ്യാപിച്ച COVID-19 പുതിയ വകഭേദമാണ് സിക്കാഡയാണ് അമേരിക്കയിലും യൂറോപ്പിലും അടുത്തിടെ വ്യാപിച്ച COVID-19 പുതിയ വകഭേദം. BA.3.2 എന്നുള്ള വകഭേദമാണ് സിക്കാഡ. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി INS അരാധമർ ആണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി. അടുത്തത്, 2026 ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുതിയ തലവനായി നിയമിച്ചത് വീർ വിക്രം യാദവ് ആണ്. വീർ വിക്രം യാദവിനെയാണ് 2026 ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുതിയ തലവനായി നിയമിച്ചത്. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതരാവാൻ RBI ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനമാണ് സചേത് പോർട്ടൽ. അപ്പോൾ സചേത് പോർട്ടൽ എന്താണ്? സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതരാവാൻ RBI ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനമാണ് സചേത് പോർട്ടൽ. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്. 26ാമത്തെ ഇൻഡിവിജ്വലാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആവുന്ന 26ാമത്തെ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. 2026 പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 136 ആണ്. 2026 പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 136. ആദ്യത്തെ സ്ഥാനം ഫ്രാൻസും സെക്കൻഡ് സ്ഥാനം സ്പെയിനുമാണ്. 2026 പുതിയ ഫിഫ റാങ്കിങ്ങിൽ ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഫ്രാൻസിനും സെക്കൻഡ് സ്പെയിനുമാണ്. നമ്മുടെ ഇന്ത്യക്കും 136ാമത്തെ റാങ്കാണ് ഉള്ളത്. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. നന്നായി നോക്കുക. താങ്ക് യു.